കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത്. വിലക്കയറ്റം കുറവ് കേരളത്തിലെന്ന്. ഒരു കോളത്തിൽ ഒതുക്കി ഈ ന്യൂസ്. അരിച്ചു പെറുക്കി പത്രം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം കണ്ടാൽ മതി എന്നാണ് മനോരമ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഈ വാർത്ത മുക്കി എന്ന് ആരെങ്കിലും അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ ഒരു വഴിപാട് വാർത്ത ഒറ്റ നോട്ടത്തിൽ തന്നെ ഇക്കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടും. എങ്കിലും ആ വാർത്തയൊന്ന് വായിക്കാം. വിലക്കയറ്റം കുറവ് കേരളത്തിൽ. രാജ്യത്തെ ചില്ലറ വിൽപ്പന അടിസ്ഥാനമാക്കി വിലക്കയറ്റം കുറവ് കേരളത്തിൽ. രാജ്യത്തെ വിലക്കയറ്റ തോത് 4% എന്ന കേന്ദ്ര സർക്കാർ ലക്ഷ്യത്തിന് വഴങ്ങാതെ തുടർച്ചയായി ഉയർന്നു നിൽക്കുമ്പോൾ കേരളത്തിൽ കുറഞ്ഞുവെന്ന് കേന്ദ്ര സ്ഥിതി വിവര കണക്ക് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട്. 2024 ജനുവരിയിൽ രാജ്യത്ത് ചില്ലറ ഉപഭോക്തൃ വിലസൂചിക അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റ തോത് 5.1%. എന്നാൽ കേരളത്തിൽ ഇത് 4.04% മാത്രമാണ്. 2023 ഡിസംബറിൽ 4.28% ആയിരുന്നു. 0.24% കുറവ്. സംസ്ഥാന സർക്കാരിൻ്റെ വിപണിയിലെ ഇടപെടലാണ് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ വിലക്കയറ്റത്തിന് കടിഞ്ഞാണിടുന്നത്. രാജ്യത്ത് വിലക്കയറ്റം കുറഞ്ഞ മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. ഡൽഹിയും മധ്യപ്രദേശുമാണ് മുന്നിൽ. ഒഡീഷയാണ് ജനുവരിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം അനുഭവപ്പെട്ടത്, 7.55%. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന 6.3%വുമായി രണ്ടാം സ്ഥാനത്തും BJP ഭരിക്കുന്ന ഹരിയാന 6.24%വുമായി മൂന്നാം സ്ഥാനത്തുമുണ്ട്. ഇവിടെ കേരളത്തിൽ ഒടുക്കത്തെ വിലക്കയറ്റമാണ്. ഇവിടെ ഇത് നിയന്ത്രിക്കാൻ ഒരു സർക്കാരുണ്ടോ എന്നും പറഞ്ഞ് മുറവിളി കൂട്ടുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും BJPക്കാരും. പക്ഷെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി കേട്ടില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ വിലക്കയറ്റത്തിൻ്റെ തോത് 6.34% BJP ഭരിക്കുന്ന ഹരിയാനയിൽ 6.24%. പക്ഷേ ഉപഭോഗ സംസ്ഥാനമായ കേരളത്തിലോ 4.04% മാത്രം. നല്ലൊരു ശതമാനം സാധനങ്ങൾക്കും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്ന് വെച്ചാൽ ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്താനുള്ള ചരക്കു നീക്കക്കൂലി കൂടി ചേർത്താൽ ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടാവേണ്ടത്. എന്നാൽ അത് കുറയാനുള്ള കാരണമാണ് മലയാള മനോരമ ഈ ഒരു കോളം വാർത്തയിലെ 2 വരിയിൽ ഒതുക്കി കളഞ്ഞത്. സംസ്ഥാന സർക്കാരിൻ്റെ വിപണിയിലെ ഇടപെടലാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കാരണമായത് എന്നാണ് മനോരമ പറയുന്നത്. നോക്കൂ, സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള ഈ നല്ല വാർത്തയാണ് മലയാള മനോരമ ഒറ്റ കോളത്തിൽ ഒതുക്കിയത്. 2 ദിവസം മുമ്പാണ് നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം വീണ്ടും ഒന്നാമതെത്തിയത്. ഈ വാർത്ത നിങ്ങളിൽ എത്ര പേര് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു? എത്ര ദിവസം അന്തിച്ചർച്ച നടത്തി? ഇടത് സർക്കാരിന് അനുകൂലമായ ഒരു നല്ല വാർത്തയും നിങ്ങൾ അറിയരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ സർക്കാരിനെതിരെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി മുൻ പേജിൽ വെണ്ടക്ക നിരത്തും. ഉദാഹരണം മാസപ്പടി. ആ വാക്ക് കേൾക്കുമ്പോൾ ചിലരുടെ മുഖം നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന അവസ്ഥയിലേക്ക് വാർത്തകൾ പടച്ചുവിട്ടവരായിരുന്നു ഈ മാപ്രകൾ. സത്യത്തിൽ അത്തരം ഒരു വാക്ക് ആ വിഷയത്തിൽ ഒരു മാധ്യമ സൃഷ്ടിയായിരുന്നു. അതല്ല എങ്കിൽ ഈ മാധ്യമങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും സർക്കാർ ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടിലോ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സർക്കാർ രേഖയിലോ അങ്ങനെ ഒരു പദം കാണിച്ചു തരാമോ? മാസപ്പടി എന്ന്. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണം. ഇല്ലാത്ത വാർത്തയിൽ, ഇല്ലാത്ത അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ ഇല്ലാത്ത പദങ്ങൾ ഉണ്ടാക്കി അത് ഗീബൽസിയൻ തിയറി പോലെ ആവർത്തിച്ചു പറഞ്ഞ് സത്യമാക്കുക. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. സത്യമറിയാമെന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരം മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന നിഷ്കളങ്കരോടാണ് ഇനി പറയാനുള്ളത്. ഇവർക്ക് ഇവരുടെ മുതലാളിമാരോടാണ് കൂറ്. ആ മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരുകളെ, അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും, അധികാരത്തിലെത്തിക്കാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയാനിടയുള്ള ഒരു മറുപടിയുണ്ട്, അവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കാറുണ്ടല്ലോ എന്ന്. ശരിയാണ്. അങ്ങനെ വിമർശിച്ചാലേ ആ മാധ്യമം ഒരു നിഷ്പക്ഷ മാധ്യമമാണെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാലേ വാർത്തകൾ അറിയാൻ നിങ്ങൾ ആ മാധ്യമങ്ങളെ ആശ്രയിക്കൂ. എന്നാൽ ജനാധിപത്യത്തിൽ നമ്മെ എപ്പോഴാണ് ആവശ്യം? 5 വർഷം കൂടുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ. അവിടെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ നിഷ്പക്ഷമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ മാധ്യമങ്ങൾക്കാകും. കാരണം അവർ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന വാർത്തകളിൽ 90% ഇടതുവിരുദ്ധ വാർത്തകളായിരിക്കും.
കേരളം ഇന്ത്യക്കും പല കാര്യത്തിലും ലോകത്തിനും മാതൃകയായിട്ടും ഇത്രയും മോശം സർക്കാർ വേറെയില്ല എന്ന രീതിയിലല്ലേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തെക്കുറിച്ച് വാർത്തകൾ നൽകാറുള്ളത്? സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ മുന്നിലെത്തുന്ന വാർത്തകളെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി നോക്കൂ. ഇല്ലാത്ത ഇടത് വിരുദ്ധ വാർത്തകൾക്ക് മുന്നിൽ ഈ മാധ്യമങ്ങൾ നമ്മുടെ എത്ര സമയം നമ്മെ തളച്ചിട്ടു എന്ന് ഒരു ആത്മപരിശോധന നടത്തി നോക്കൂ. സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴം, ഖുറാൻ, ഓഫായിപ്പോയ GPS, ബിരിയാണി ചെമ്പ്, ഷാർജ ഷെയ്ഖിനുള്ള കൈക്കൂലി, കൈതോലപ്പായ, മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിലുള്ള കമല ഇന്റർനാഷണൽ ഹോട്ടൽ, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ദുബായിലുള്ള വൻ നിക്ഷേപം, മാസപ്പടി, ആരോഗ്യമന്ത്രിയുടെ ബന്ധുവിനുള്ള കൈക്കൂലി, PSC കോഴ, അങ്ങനെ എത്രയെത്ര വാർത്തകൾ വരും പോകും. പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് ഒരു പശ്ചാത്താപം പോലും ഇവറ്റകൾക്ക് തോന്നാറില്ല. ഇല്ലാത്ത വാർത്ത നൽകി കുരിശിലേറ്റിയവരോട് ഒരു മാപ്പ് പോലും പറയാൻ തോന്നില്ല ഈ അധമവർഗത്തിന്. ക്ലാസ് ഒപ്പിച്ചു കഥാപ്രസംഗം നടത്തുന്നവരെയും രാഷ്ട്രീയ നിരീക്ഷണ എംബോക്കികളെയും നമ്മുടെ ചിലവിൽ തീറ്റിപ്പോറ്റാൻ അതിൻ്റെ മുതലാളിമാർക്കാവുന്നു എന്നതാണ് ഏറെ ഖേദകരം. സത്യം തിരിച്ചറിയാൻ ശ്രമിക്കുക, സ്വയം കബളിപ്പിക്കപ്പെടാതിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.